എന്താണ് കുട്ടിക്കൊരു മൂഡ് ഓഫ് ഉണ്ടല്ലോ ഒന്ന്? ആ LSS സെലക്ഷൻ ആയിട്ടും കുട്ടിക്ക് പൈസ ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഇപ്പോൾ LSS ചെയ്താ അപ്പോൾ കുട്ടി സെലക്ഷൻ ആവുമോ? സെലക്ഷൻ ആവും. അപ്പോൾ ഭാവിയിൽ കുട്ടിക്ക് തന്നെ സംഭവിക്കും. നമ്മൾ LSS എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലത്തെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? കുട്ടി LSS നേടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഒത്തിരുന്ന് പഠിച്ചിട്ടില്ലേ കുറേ? അങ്ങനെ പഠിച്ച് വളർന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു പ്രോത്സാഹനമാണ് ഗവൺമെൻറ് തലത്തിൽ, അത് പൊതുജനാവ് നിന്നാണ് ഫണ്ട് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തോ ഉദ്ദേശിക്കുന്നത്? സ്കോളർഷിപ്പ്. അപ്പോൾ അങ്ങനെ പഠിച്ച് വളർന്ന ഒരു കുട്ടിക്ക് അവനക്ക് അർഹമായത് കിട്ടാതെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ. അപ്പോൾ അതിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുട്ടി എന്നാൽ LSS ചെയ്ത് കഴിഞ്ഞ വർഷമല്ലേ? കഴിഞ്ഞ വർഷം എഴുതിയ LSSൻ്റെ പൈസ കുട്ടിക്ക് കിട്ടിയില്ല. അത് കിട്ടിക്കോളും. പക്ഷേ 2020-ലും 2021-ലും പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് കിട്ടാത്തുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അവരുടെ അവസ്ഥ അവർക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ എന്തായാലേ അത് ശരിയല്ല എന്തായാലും അല്ലേ? ഇത് പല പല ആനുകൂല്യങ്ങൾ ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണമൊക്കെ നടക്കുന്ന കൂട്ടത്തില്ല. ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇതുപോലെ നിങ്ങളെപ്പോലത്തെ കൊച്ചുമക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിലുള്ള വളർന്നു വരേണ്ട ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കൂടുതൽ കുട്ടികൾ അതിലേക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് തയ്യാറാകുക. അങ്ങനെ പഠിച്ച് വളരുന്ന കുട്ടികളാണ് നമ്മുടെ നാടിനും രാജ്യത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന ആളുകളായിട്ട് ഭാവിയിൽ മാറുക. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ആൾ, ഇത് സാധാരണക്കാരാണ്, പൊതുവിദ്യാലയങ്ങളിലാണ് ഇതുള്ളത്, ഗവൺമെൻറ് വിദ്യാലയങ്ങളിലാണ് ഉണ്ടാവില്ല LSSും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായിരിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിൽ ചെറുത്, അത് വലിയ രീതിയിലൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അത്തരം ഫണ്ടുകളൊന്നും സർക്കാർ തലത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല അല്ലേ? അതൊക്കെ ആ ചൂടോടുകൂടെ എന്ത് ചെയ്യണം? അതാത് സമയത്ത് തന്നെ കറക്റ്റായിട്ട് അപ്പോൾ കൊടുത്ത് തീർക്കാൻ സാധിക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന മനസ്സിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വരിക. ഇതുപോലൊക്കെയുള്ള ഇതിപ്പോൾ എൻ്റെ ഒരു മകനാണ്. ഇപ്പോൾ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം LSS എഴുതണം, LSS സെലക്ഷനാണ്. രണ്ടാമത്തെ ആൾ പ്രാവശ്യം LSS എഴുതിയിട്ടുണ്ട്. അവനും പ്രതീക്ഷയുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അവന് എന്താണ് LSSൻ്റെ പൈസ കിട്ടാത്ത, അക്കൗണ്ടിൽ വന്നിക്കണം നോക്കി എന്നിട്ട് ഇങ്ങനെ അവിടെ ആവർത്തിച്ചാക്കും. കാരണം കുഞ്ഞു മനസ്സാണ്. ആ കുഞ്ഞു മനസ്സിന് വെച്ചാൽ അവർ കഠിനാധ്വാനം ചെയ്ത് അവർ പഠിച്ച് വളർന്ന് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അംഗീകാരം, പ്രോത്സാഹനം എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട കുട്ടികളോടൊന്നും എന്ത് ചെയ്യരുത്, പ്രത്യേകിച്ച് പല പല ആനുകൂല്യം നമ്മൾ ചെയ്യുന്നു, പെൻഷൻ കൊടുക്കുന്നു, മറ്റുള്ള ചെയ്യുന്നു, അപ്പുറം ചെയ്യുന്നു, ഇപ്പുറം ചെയ്യുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതുപോലൊക്കെയുള്ള നിഷ്കളങ്കരായിരിക്കുന്ന മക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഇതുപോലത്തെ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട ആരുടെ ഭാഗത്തുനിന്നും വരാതിരിക്കട്ടെ. ഇനി വരുന്നവരെങ്കിലും, ഇനി വരുന്ന അധികാരത്തിൽ ആര് വന്നാലും ശരി, വരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തേണ്ടത്. കാരണം ഇതുപോലൊക്കെയുള്ള കുഞ്ഞു മക്കളെ വേദനിപ്പിക്കരുത്. പലർക്കും കിട്ടിയിട്ടുണ്ടാകാം, പക്ഷേ ധാരാളം ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ധാരാളം കുട്ടികൾക്ക് 2020 മുതൽ LSS പാസ്സായ കുട്ടികൾക്ക്, സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്നെങ്കിലും അത് ഇതുവരെ കിട്ടാത്ത കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെയുള്ള കുഞ്ഞു മക്കൾക്ക് നേരെ ഉള്ള അവർക്ക് അർഹമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യരുത്, ഇതുപോലെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അത് ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളെന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.